നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രി ജീവനക്കാരെ നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PC ഭാസ്കരൻ അസഭ്യം പറഞ്ഞതായി പരാതി. ബുധൻ രാത്രി 9:30 സംഭവം. വാർഡിലെ ശുചിമുറിയിൽ വെള്ളം കുറവാണെന്ന് രോഗികളുടെ പരാതിയിൽ അന്വേഷണം നടത്താനാണ് PC ഭാസ്കരൻ എത്തിയത്. വെള്ളമില്ലാത്തതിന് കാരണം ജീവനക്കാരാണെന്നും ഒരു പണിയും എടുക്കാതെ ഇവരെല്ലാവരും സ്ഥലം മാറ്റുമെന്നും പറഞ്ഞതായി ജീവനക്കാർ ആരോപിക്കുന്നു. പൈപ്പിൽ പായലടിഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതായി കഴിഞ്ഞ ആശുപത്രി വികസന സമിതി യോഗത്തിൽ പരാതി പറഞ്ഞതാണെന്നും പരിഹരിക്കാമെന്ന് നഗരസഭ അധികൃതർ ഉറപ്പു നൽകിയതാണെന്നും ജീവനക്കാർ പറയുന്നു. സ്ത്രീ ജീവനക്കാർ മാത്രമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. രാത്രി 9:30 മുതൽ 12:30 വരെ സ്ഥിരം സമിതി അധ്യക്ഷന്റെ അസഭ്യം സ്ത്രീ ജീവനക്കാർ സഹിച്ചു. സംഭവത്തിൽ ആരോഗ്യവകുപ്പിലും പോലീസിലും പരാതി നൽകുമെന്നും പ്രശ്നം പരിഹരിക്കേണ്ടയാൾ തന്നെ പ്രശ്നക്കാരനായി മാറി ജീവനക്കാരെ അധിക്ഷേപിച്ചതിനാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ജീവനക്കാരുടെ ഐക്യസംഘടനയായ FSETO ഏരിയ കമ്മിറ്റി അറിയിച്ചു. ആശുപത്രിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം കേരള NGO യൂണിയൻ ജില്ലാ ട്രഷറർ PP സുനിൽ ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ജനങ്ങൾക്ക് ആശ്വാസമായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ തകർക്കാനാണ് UDF ഭരണസമിതി ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് സണ്ണി കുര്യാക്കോസ് പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC ഭാസ്കരൻ പറഞ്ഞു. കിടപ്പ് രോഗികളായ സ്ത്രീകളുടെ പരാതിയെ തുടർന്നാണ് ആശുപത്രിയിലെത്തിയത്. ആശുപത്രിയിൽ വെള്ളമില്ല എന്ന പരാതി സ്ഥിരമാണ്. ആവശ്യത്തിന് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇത് ജീവനക്കാർക്ക് ഉപയോഗിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇത് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും PC നോക്കിയപ്പോൾ ഇങ്ങനെ പാഴി കയറി അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പേഷ്യൻസിന്റെ അടുത്ത് പോയി സ്റ്റാഫിനെ ഒക്കെ അവിടെ നിർത്തിയിട്ട് ഇവരെയൊക്കെ പെണ്ണുങ്ങളാണല്ലോ, അപ്പൊ നിങ്ങൾ പുളിവാറ് വെട്ടി ഇവരെയൊക്കെ അടിച്ചാലേ ഇവരൊക്കെ നേരെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒത്തിരി ഇകഴ്ത്തി താഴ്ത്തി കെട്ടിക്കുന്ന രീതിയിലൊക്കെ അയാൾ സംസാരിച്ചു. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ എന്നാത്തിനായിരിക്കുന്നത്, എല്ലാവരും ട്രാൻസ്ഫർ മേടിച്ച് ഇവിടെ പോകുമ്പോൾ ആശുപത്രി അടച്ചിടാൻ പോവുക, ഇവിടെ ഒന്നും നിങ്ങളെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇത് ഇപ്പോഴും അല്ല, ഇതിന് മുന്നേ ഒരു പ്രാവശ്യം തന്നെ ഭാസ്കരൻ സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പം എല്ലാം സ്ത്രീകളും ഒക്കെയാണ്, ചേച്ചിമാരോട് എത്ര കൊല്ലമായി നീയൊക്കെ ഇവിടെ എന്നാ ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഒത്തിരി അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടെന്നാണ് ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ നമുക്ക് പറഞ്ഞത്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റം അവസാനിപ്പിക്കുക. ഇന്നലെ രാത്രി നമുക്കെല്ലാവർക്കും അറിയാം, കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു CHSCയിൽ 24 മണിക്കൂർ നേരം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുകയും രോഗികളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഏക ആശുപത്രിയാണ് നമ്മുടെ ഈ മധ്യ കേരളത്തിലെ CHSCയിൽ 24 മണിക്കൂർ നേരം ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്ന ആശുപത്രിയാണ് കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രി. കുറേയേറെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് നമ്മുടെ ആശുപത്രി പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ ആശുപത്രിയിൽ അതിനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ. ആ പരിമിതിക്കുള്ളിൽ നിന്ന് രാത്രിയിൽ 10, 70, 80 പേഷ്യൻസ് വരുമ്പോൾ ആ പരിമിതമായ ജീവനക്കാർ ആ പേഷ്യൻസിനെ ചികിത്സിച്ച് അഡ്മിറ്റ് ചെയ്ത് വിടേണ്ടതാണെങ്കിൽ വിട്ട്, പറഞ്ഞു വിടേണ്ടതാണെങ്കിൽ പറഞ്ഞു വിട്ട് ഉള്ള എല്ലാ നടപടിക്രമങ്ങളും ഈ ആശുപത്രിയിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. അങ്ങനെ സ്വീകരിച്ചു വരുമ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള ആശുപത്രിയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആശുപത്രിയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ട ഏജൻസി എന്ന് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത് നഗരസഭയാണ്. ഇന്നലെ ഏകദേശം രാത്രി 10 മണിയോടുകൂടി ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന വനിതാ വാർഡിൽ നിന്നും രോഗികൾ എന്നെ വിളിക്കുകയും 4 ദിവസക്കാലമായി അവിടെ വെള്ളമില്ല എന്ന് പറയുകയും ചെയ്തു. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നും ഞങ്ങൾ 3-4 ദിവസമായിട്ട് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ട് യാതൊരു പരിഹാരവും കാണുന്നില്ല, അതുകൊണ്ട് ഇവിടെ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെല്ലുകയും അവിടെ ചെന്ന്
ആശുപത്രി ചെന്ന് ഇവിടുത്തെ സിസ്റ്റർമാരായ മെയിൽ ഡോക്ടറായ ഒരു ആൺ നേഴ്സിനോട് കാര്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞു വെള്ളം കുറവാണ്, അതുകൊണ്ടാണ് വെള്ളം ഇവിടെ ഫീമെയിൽ വാർഡിൽ വെള്ളം എത്താത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വരും, എൻ്റെ കൂടെ വരും, അവിടെ വന്ന് എവിടെയാണ് ഏത് ടാങ്കിലാണ് വെള്ളം കുറവുള്ളത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം അവിടെ ഉണ്ടായിരുന്നു. ആ വെള്ളം തുറന്നു വിട്ടിട്ടും ഈ ടാപ്പിലേക്ക് വെള്ളം വരുന്നില്ല. ടാപ്പിലേക്കും വെള്ളം വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉടനെ തന്നെ അവിടെ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ അവിടെ പണിയെടുക്കുന്ന ഇലക്ട്രീഷ്യനായ ശ്യാമിനെ വിളിച്ചു വരുത്തുകയും ശ്യാമിനോട് പറയുകയും ശ്യാം അവിടെ വന്ന് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് വെള്ളം ഇല്ലാത്തതിൻ്റെ കുഴപ്പമല്ല, അവിടെ ഈ ട്യൂബ്വെൽ അതായത് കുഴൽക്കിണറിൽ നിന്ന് വെള്ളം അടിച്ച് വേണമെങ്കിൽ ഇവർക്ക് ഇത് ചെയ്യാവുന്ന കാര്യമുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു എന്ത് ഇത് ചെയ്യാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് എന്നോട് പറഞ്ഞ ഉത്തരം അത് ഞങ്ങളല്ല ചെയ്യേണ്ടതെന്നാണ് എന്നോട്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.